ദേ ചിന്നമ്മ ഹായ് പറയൂ. ആ ഓക്കെ ബാ. ഇതാണ് ഗൈസ് നമ്മുടെ RSCയുടെ സ്റ്റേഡിയമാണ്. എൻട്രൻസ് ആണ് ഇത്, ബാക്ക് എൻട്രൻസ് ആണ്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം അമ്മയുടെ ഇവൻറ്റ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ട് നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. ഈ കാണുന്നതാണ്, അത്യാവശ്യം വലിയൊരു സ്റ്റേഡിയമാണ്, ഒത്തിരി വലിയ സ്റ്റേഡിയമാണ് കേട്ടോ ഇത്. ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും, ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റുന്നൊരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതിലെയാണ് എല്ലാ ഈ സെലിബ്രിറ്റീസൊക്കെ എൻ്റർ ചെയ്ത് വരാം. ഇതാണ്. ഞാനും ചിന്നമ്മയും കൂടെ ചായ കുടിക്കാൻ പോകുന്നു കേട്ടോ. ഈ വഴിയാണ് ഞങ്ങൾ പോവാറെപ്പോഴും. ഇതാണ് ഇവിടുത്തെ ഫ്രണ്ട് ഡെസ്ക്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഇതിലെ പുറത്തേക്ക് ഇറങ്ങും. നമ്മുടെ ഈ RSCയുടെ സ്റ്റേഡിയം ഒരു എന്താ പറയുക, ഒരു കപ്പലിൻ്റെ ഷേപ്പിലാണ് കേട്ടോ. വലിയ സ്റ്റേഡിയം പോലെ വലിയൊരു കപ്പലിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പുറത്ത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ഒരു കുഞ്ഞു ചായക്കടയുണ്ട്. ഞങ്ങൾ സ്ഥിരം അവിടെയാണ് ചായ കുടിക്കാൻ പോവാറ്. ഇതാണ് ഇവിടുത്തെ അങ്കിൾക്കും ആൻറ്റിക്കും ഞങ്ങൾക്ക് കണ്ട് നല്ല പരിചയമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം എല്ലാ സ്നാക്സും കിട്ടും കേട്ടോ. അവിടെ 10 രൂപയുള്ളൂ എല്ലാ സ്നാക്സിനും. ഞാൻ മേടിച്ചതൊരു സമൂസ, എഗ്ഗ് സമൂസയാണ്. ഭയങ്കര, ഞാൻ ഈ റീസെൻ്റായിട്ട് കഴിച്ചതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചായയും കുടിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, നമ്മുടെ ഓഫീസ് വരുന്നത് കപ്പലിൻ്റെ ഷേപ്പിലാണ്. ഈ കാണുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇതേ ഓഫീസിലോട്ട് മെല്ലെ നടന്ന് പോവുകയാണ്. ഞാൻ പോകുന്ന വഴിക്ക് സമയത്തേക്കും ഞാൻ സ്നാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചത് തന്നെ അവൾക്ക് മേടിച്ചത്. എഗ്ഗ് സമൂസയാണ് മേടിച്ചത്. അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് അത് തന്നെ മേടിച്ചത്. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞാനിതേ ഓഫീസിലോട്ട് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.